الله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. സൂറത്തുൽ ബഖറയിലെ 47-ാമത്തെ ആയത്ത്. നമുക്ക് ആദ്യം ജലാലൈനി നോക്കാം. യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ സന്തതികളെ, അതായത് യാക്കൂബ് നബിയുടെ സന്താനങ്ങളെ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾ, ബനു ഇസ്രായേൽ. ഉൽക്കുറു, നിങ്ങൾ ഓർക്കുക, നിഅമത്തി, എൻ്റെ അനുഗ്രഹത്തെ, അല്ലത്തി, എങ്ങനത്തെ അനുഗ്രഹമാണ്, അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹം, അതായത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. വന്നി ഫളൽതുക്കും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ലോകരുടെ മേൽ ശ്രേഷ്ഠമാക്കിയതിനെയും ഓർക്കുക. അല്ലേ? നിങ്ങൾ ഓർക്കുക, എൻ്റെ അനുഗ്രഹത്തെ ഓർക്കുക, അതുപോലെ തന്നെ എന്തിനേയും ഓർക്കുക, ഞാൻ നിങ്ങളെ മറ്റുള്ളവരെക്കാൾ, മറ്റു ലോകരെക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കിയതും ഓർക്കുക. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും ബിശുക്രി, എങ്ങനെ നിങ്ങൾ ഞാൻ ചെയ്ത അനുഗ്രഹത്തിന് നിങ്ങൾ ഓർക്കേണ്ടത്? ബിശുക്രി അലൈഹ, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. ബി ത്വാഅത്തി, എന്നെ വഴിപ്പെടൽ കൊണ്ട്, എന്നെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. വന്നി, തീർച്ചയായും ഞാൻ നിങ്ങൾ ഓർക്കണം. വന്നി ഫളൽതുക്കും, നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി. ഐ ആബാഅക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ, അലൽ ആലമീന, ഐ ആലമി സമാനിഹിം എന്നാണ്, ആ കാലഘട്ടത്തിലുള്ള അവരുടെ കാലഘട്ടത്തിലുള്ള ലോകരെക്കാൾ എന്നാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠരെന്നല്ല, ആ കാലഘട്ടത്തിൽ ലുള്ള ആളുകളെക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കിയതിനെയും നിങ്ങൾ ഓർക്കുകയും. ഇവിടെ നമുക്ക് ബാഗവി പറഞ്ഞോ നോക്കാം. ഒത്തക്കൊത്താമുർ, അതാ ഇതിൻ്റെ കൂടത്തിൽ തന്നെയാണല്ലോ പറഞ്ഞേക്കുന്നത്. കുർത്തുബി എന്താ വത്തക്കു യൗമൻല തുർജ, അവിടെ അടുത്ത ആയത്തായിട്ട് കുർത്തുബിയാണ് കേട്ടോ. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ കൗലുണ്ടല്ലോ, യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന കൗല് തഖദ്ദമ, അത് മുന്തിപ്പോയിട്ടുണ്ട്, നമ്മൾ മുന്തി പറഞ്ഞല്ലോ അത്. ഇനി വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ, അത് യുരീദു അല ആലമി സമാൻ, ഇവിടെ നമ്മുടെ ജലാലൈനി പറഞ്ഞ പോലെ തന്നെ അവരുടെ കാലഘട്ടത്തിലുള്ള ലോകരെക്കാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഹുലു കുല്ലി സമാനിൻ ആലമൻ, കാരണം എന്താ, ഓരോ കാലഘട്ടത്തിലെ ആളുകളെ പറ്റിയും ആലം എന്ന് പറയാറുണ്ട്, ആലം ലോകർ എന്ന് പറയാറുണ്ട്. വഖീല, പറയപ്പെട്ടു, അലാ കുല്ലിൽ ആലമീന ബിമാ ജുഇല ഫീഹി മിനൽ അംബിയാഇ, അലാ കുല്ലിൽ ആലമീന, ആലമീങ്ങൾ മുഴുവത്തിനേക്കാൾ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ബിമാ ജുഇല ഫീഹിം, കാരണം എന്താണ്, അവരിലാണ് അമ്പിയാക്കന്മാരാക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാരണം കൊണ്ട്. അവരിൽ ഒരുപാട് അമ്പിയാക്കന്മാർ ബനു ഇസ്രായേൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കാരണം കൊണ്ടിട്ട് മുഴുവൻ ലോകരെക്കാളും അവർ ശ്രേഷ്ഠരാണെന്ന് പറയപ്പെടുക ഖീലാണ് കേട്ടോ. വഹാദ ഖാസത്തൻ ലഹും, അപ്പോൾ ഈ പറഞ്ഞത് അവർക്ക് പ്രത്യേകമാണ്. വലൈസത്തിൽ വൈര്യം, അത് മറ്റുള്ളവർക്കില്ല. അതായത് അമ്പിയാക്കന്മാരെ ആക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരുപാട് ബനു ഇസ്രായേൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ശ്രേഷ്ഠതയാണ്. അപ്പോൾ അവിടെ ഇത്ര പറഞ്ഞോളൂ അല്ലേ, ഖുർത്തുബി ഇത്രയും പറഞ്ഞോളൂ. തഫ്സീർ ഇബ്നു കസീർ നോക്കാം. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. യുദക്കിറുഹുമു തആല, അല്ലാഹു തആല അവരെ ഓർമ്മിപ്പിക്കണം. സാലഫ നിഅമിഹി, അവൻ്റെ അനുഗ്രഹങ്ങളെ, അല ആബാഇഹിം, അവരുടെ പിതാക്കന്മാരുടെ മേലുള്ള, വാസ്ലാഫിഹിം, അവരുടെ മുൻഗാമികളുടെ മേലുള്ള അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒമാ കാന ഫല്ലലഹും ബിഹി, ഒമാ ഒന്നിനെയും അല്ല ഓർമ്മിപ്പിച്ചു, കാന അല്ല ഫല്ലലഹും, അവരെ ശ്രേഷ്ഠമാക്കിയാവുന്നുകൊണ്ട്,
എന്തിനാൽ മിൻ ഇൻസാലി റുസുലി മിൻഹും അവരിൽ നിന്ന് മുർസലീങ്ങൾ അയക്കലിനാൽ അങ്ങനെയുള്ള ആ ശ്രേഷ്ഠതയും അള്ളാഹ് ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ വൈൻസാലുൽ കുത്തുബി അലൈഹിം അവരുടെ മേൽ കിതാബ് ഇറക്കലിനാലും വാല സായിലിൽ ഉമ്മമി മറ്റു സമുദായങ്ങളുടെ മേലും മിൻ അഹ്ലി സമാൻ അവരുടെ കാലഘട്ടത്തിലുള്ള സമാനിൽ നിന്നുള്ള മറ്റു സമുദായങ്ങളുടെ മേലും. കമാ കാലത്ത് അള്ള പറഞ്ഞതുപോലെ വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ നാം അവരെ തിരഞ്ഞെടുത്തു ഇൽമിൻ്റെ മേൽ ആലമീങ്ങളുടെ മേൽ അവരെ തിരഞ്ഞെടുത്തു. ദുഖാനി പറഞ്ഞു. വക്കാല താല അള്ള പറഞ്ഞല്ലോ വൈദ് ഖാല മൂസാലി ഖൗമിഹി യാ ഖൗമി ഇദ്കുറൂ നിഅമതി അല്ലതി നിഅമത്തല്ലാഹി അലൈക്കും ഇത് ജാല ഫീക്കും അംബിയാ വജാലക്കും മുലൂക്ക. കണ്ട അള്ള പറയാണ്, മൂസാ നബി പറഞ്ഞു ജനതയോട് പറഞ്ഞല്ലോ, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർക്കണം, നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹം. അതായത് നിങ്ങളിൽ ഇത് ജാലഫീക്കും അംബിയ നിങ്ങളിൽ അള്ളാഹു അംബിയാക്കന്മാരാക്കി, വജാലക്കും മുലൂക്ക നിങ്ങളെ അള്ളാഹ് രാജാക്കന്മാരാക്കി, വാത്താക്കും മാലം യൂത്തി അഹദം മിനൽ ആലമിൻ ലോകർക്ക് ഒരാൾക്കും നൽകാത്തത് നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വക്കാല അബൂ ജഅഫർ റാസി പറയാണ് അനി റബീഅ ഇബ്നു അനസിനെ തൊട്ട് അൻ അബിൽ ആലിയ ഫി ഖൗലി തആല വന്നി ഫളൽതുക്കും അലൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ലോകരുടെ മേൽ നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞല്ലോ. ഖാല അദ്ദേഹം പറഞ്ഞു ബിമാ ഊതു മിനൽ മുൽക്ക് എന്തുകൊണ്ടിട്ടാണ്? അധികാരം തന്നു, വർ റുസുലി ദൂതന്മാരെ അയച്ചു, വൽ കുത്തുബി കിതാബുകളും അയച്ചു, അങ്ങനെ നിങ്ങളെ ശ്രേഷ്ഠമാക്കി. അല ആലമി മൻകാന ഫീ ദാലിക സമാനി ആ കാലഘട്ടത്തിലുള്ളവരുള്ള ലോകരെക്കാൾ. കാരണം ഫൈനലി കുല്ലി സമാനിൻ ആലമൻ, കാരണം ഓരോ കാലഘട്ടത്തിനും ആലമെന്ന് പറയാറുണ്ട്. വറുവി റിവായത്തിൽപ്പെട്ട മുജാഹിദിനെ തൊട്ട് റബീബിനു അനസിനെ തൊട്ട് ഖത്താദ ഇസ്മായിൽ ബിൻ അബിൽ ഖാലിദ് നെഹബൂദ് അലിഖ് ഇതുപോലത്തെ റിവായത്തിൽപ്പെട്ടിട്ടുണ്ട്. വൈജിബുൽ ഹംലു അലഹാദ കാരണം ഇതിൻ്റെ മേൽ ചുമത്തലാണ് നിർബന്ധം. കാരണം ലി അന്ന ഹാദിൽ ഉമ്മത്ത് അഫ്ളൽ മിൻഹും കാരണം ഈ നബിയുടെ സമുദായം മുഹമ്മദ് നബിയുടെ സമുദായമാണ് അവരെക്കാൾ ശ്രേഷ്ഠമായത്. അപ്പോൾ എല്ലാ ലോകരെക്കാളും ബനു ഇസ്രായേലരാണ് ശ്രേഷ്ഠരെന്ന് പറയാൻ പറ്റൂല. കാരണം ലിഅന്ന ഹാദിൽ ഉമ്മത്ത് അഫ്ളൽ മിൻഹും അവരെക്കാൾ ശ്രേഷ്ഠം ഈ സമുദായമാണ്. കാരണം ലി കൗലിഹി തആല അള്ളാഹ് പറഞ്ഞല്ലോ ഖിതാബൻ ലി ഹാദിൽ ഉമ്മ ഈ സമുദായത്തോടുള്ള ഖിതാബായിട്ട് അഭിസംബോധനയായിട്ട് അള്ളാഹ് പറഞ്ഞു കുൻതും ഖൈറ ഉമ്മത്തിൻ ഈ സമുദായത്തോടുള്ള അഭിസംബോധനയായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വഫിൽ മസാനീദി വ സുനനി മുസ്നദുകളിലും സുനനുകളിലും ഉണ്ട് മുആവിയത്ത് ബിൻ ഹൈദത്ത കുശൈരിയെ തൊട്ട് അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു അൻതും തൂഫൂന സബഈന ഉമ്മ നിങ്ങൾ 70 ഉമ്മത്തിനെ സമുദായത്തെ നിങ്ങൾ പൂർത്തിയാക്കും. അൻതും ഖൈറുഹ നിങ്ങൾ അതിലേറ്റവും ഉത്തമർ നിങ്ങളാണ്. വക്രമുഹാ അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ ഏറ്റവും സ്ഥാനമുള്ളത് എന്താണ് കറമ് അല്ലേ സ്ഥാനമുള്ളത് നിങ്ങൾക്കാണ്. വൽ അഹാദീസ് ഫി ഹാദാ കസീറത്തൻ കണ്ട ഈ വിഷയത്തിലുള്ള ഹദീസ് ഒരുപാടുണ്ട്. തുദ്കറു ഇന്ദ ഖൗലിഹി തആല കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നുള്ള കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ആലിമ്രാനിലെ 110 ആയത്തിൽ അതിനെ വിശദീകരിക്കുന്നതാണ്. വഖീല പറയപ്പെട്ടു അൽ മുറാദു തഫ്ലീലുൻ ഇനി ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് തഫ്ലീലൻ. ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളെ ശ്രേഷ്ഠമാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പറഞ്ഞത് ഉദ്ദേശം എന്താണ്? തഫ്ലീൽ ബി നൗഇ മാ മിനൽ ഫദ്ലി അലാ സായിരിന്നാസ് അത് ശ്രേഷ്ഠമാക്കൽ ബി നൗഇ മാ മിനൽ ഫദ്ലിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇനം കൊണ്ട് ശ്രേഷ്ഠമാക്കലാണ് മറ്റു ജനങ്ങളെക്കാൾ. അങ്ങനെ ശ്രേഷ്ഠമാക്കൽ വലാ യൽസമു തഫ്ലീലുഹു മുത്ലഖൻ അല്ലാതെ എന്തല്ല അവരെ ശ്രേഷ്ഠമാക്കൽ നിരുപാധികം അത് നിർബന്ധമാക്കൂല. നിരുപാധികം അവർ ശ്രേഷ്ഠരാണെന്ന് വരൂല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശ്രേഷ്ഠരാണ്. ഹക്കാവു ഫഹ്റുദ്ദീൻ റാസിന് ഹിക്കായത്ത് ചെയ്ത് വഫീഹി നെഹ്റൻ ഈ പറഞ്ഞ നെഹ്റുണ്ട്. കാരണം വക്കീല പറയപ്പെട്ടു ഇന്നവും ഫുള്ളിലു അല സായിലും ഇസ്തിമാലി ഉമ്മത്തിമൽ അംബിയായി മിൻഹും പറയപ്പെട്ടിട്ടുണ്ടല്ല ഇന്നഹും ഫുള്ളിലു അവരെ ശ്രേഷ്ഠമാക്കപ്പെട്ടത് അല സായിൽ ഉമ്മമി മറ്റു സമുദായങ്ങളുടെ മേൽ അവരെ ശ്രേഷ്ഠമാക്കപ്പെട്ടു ലിസ്തിമാലി ഉമ്മത്തിഹിം കാരണം അവരുടെ സമുദായം ചുറ്റിയതിന് വേണ്ടി അലൽ അംബിയായി മിൻഹും അവരിൽപ്പെട്ട അംബിയാക്കന്മാരുടെ മേൽ ചുറ്റിയതിന് വേണ്ടിയിട്ടാണ്.
ഹക്കാവുൽ കുർത്തുബി ബി തഫ്സീർ, കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഒഫീൻ ഈ പറഞ്ഞതിന് അതിട്ടുണ്ട്. കാരണം അന്നൽ ആലമീന എന്നുള്ളത് ആമലെ ലോകരെക്കാൾ എന്ന് പറയുമ്പോൾ അത് പൊതുവാണല്ലോ. അത് യസ്തമിലു മൻ കബലഹുമൻ ബാദോമിൻ അമ്പിയായി, അവർക്ക് മുമ്പുള്ളതും അവർക്ക് ശേഷമുള്ളവരെ ഉൾപ്പെടുത്തും. അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ശേഷമുള്ളവരെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇബ്രാഹിം ആകുന്ന ഖലീലു, കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖബലഹും അവർക്ക് മുമ്പുള്ളതല്ലേ. വഹു അഫ്ളൽ മിൻ സായിൽ അമ്പിയായും, അദ്ദേഹം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണല്ലോ. മറ്റു അമ്പിയാക്കന്മാർ നബിയല്ലാത്ത മറ്റു അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. മുഹമ്മദ് നബിയും ബാദ് അവർക്ക് ശേഷമാണ്. വഹു അഫ്ളൽ മിൻ ജമീൽ ഖൽക്കി, മുഹമ്മദ് നബി ആകട്ടെ ഏറ്റവും ശ്രേഷ്ഠരാണ്. മുഴുവൻ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയാണല്ലോ. വസയ്യിദ് ബുൽദി ആദമാണല്ലോ. ഫി ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുള്ള മനുഷ്യരുടെ നേതാവാണ് നബിതങ്ങൾ. സലവാത്തുല്ലാഹി വസലാമുഹു വഅലാ ഇഖ്വാനിൽ അംബിയാ വൽ മുർസലീൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കുർത്തുബി പറഞ്ഞു, ഇനിയിപ്പോൾ ഇപ്പം പറഞ്ഞ ഇബ്നു കസീർ പറഞ്ഞല്ലേ, ഇനി കുർത്തുബി എന്താ പറഞ്ഞ നോക്കാം. കുർത്തുബി അത് സ്വല്പമല്ലേ പറഞ്ഞോളൂ. ബഗ്വി പറഞ്ഞത് വാന്നി ഇവിടെ തന്നെ പറഞ്ഞു അവസാനം. ആലമി ജമാ, നിങ്ങളുടെ കാലഘട്ടത്തിലെ ലോകരെക്കാളെന്ന് തന്നെ ഇവിടെ പറഞ്ഞു, നിങ്ങളെ ശ്രേഷ്ഠമാക്കിയത്. വദാലിക തഫ്ളീൽ വൈൻകാന ബി ഹഖിൽ ആബായി ലാക്കിൻ യഹ്സുലു ബി ശറഫുൽ അബ്നായി, ഈ ശ്രേഷ്ഠമാക്കൽ അത് അവരുടെ പിതാക്കന്മാർക്കാണെങ്കിലും ലാക്കിൻ യഹ്സുലു ബി ശറഫുൽ അബ്നായി, അതുകൊണ്ട് സ്ഥാനം അവരുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും അത്രേ പറഞ്ഞിട്ടുള്ളൂ. അബീസമീനിൻ്റെ തഫ്സീറിൽ എന്തായിരിക്കും അവിടെ? വാന്നി ഫള്ളത്തുൽ ആലമീന കാല കഥ യനി അഹ്ല സമാനയും, അവരുടെ കാലഘട്ടത്തിലെ ലോകരെക്കാൾ ശ്രേഷ്ഠമാക്കിയല്ല. അതായത് ഇവിടെ എന്താ സംശയം വരുന്നത്, ഇസ്രായേൽ സന്തതികളാണോ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന വിഷയത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നബിയുടെ സമുദായമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. ഇപ്പോൾ കൂടുതൽ തഫ്സീറുകളിലൊന്നും റാസി വിശദമാക്കും. റാസിയിൽ ഒരുപാടുണ്ടോ? റാസി പറഞ്ഞത് ഇലം നേരണം അന്നഹു തആല അല്ലാഹു തആല ഇന്നമ ആദ ഹാദൽ കലാമ മറത്തൻ ഉഖ്റ, നേരത്തെ ഈ കലാമ് പറഞ്ഞല്ലോ. എന്താണ്? യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്നത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞത്? തൗക്കീദൻ ലിൽ ഹുജ്ജത്തി അലൈഹിം, അവരുടെ മേലുള്ള തെളിവ് ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. വ തഹദീറൻ, അവരെ ഭീഷണിപ്പെടുത്താനാണ്. മീൻ തർക്കി ഇത്തിബായ് മുഹമ്മദ്, മുഹമ്മദ് നബിയെ പിൻപറ്റലിനെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. സുമ ഖർനഹു ബിൽ വഈദി, പിന്നെ അല്ലാഹു തആല വഈദിനെ യോജിപ്പിച്ചു അതിന് ശേഷം. അത് അടുത്ത ആയത്താണ്. വത്തഖു യൗമൻ എന്ന് പറഞ്ഞ ഓഹോ കൗലു വത്തഖു യൗമൻ എന്ന കൗൽ അടുത്ത് നമ്മൾ പറഞ്ഞാണല്ലോ. കാന്നഹു ഖാല ലം ഇല്ലം തുതീഊനി ലിഅജ്ലി സവാലിഫി നിഅമതി അലൈക്കും ഫാത്തിഊനി ലിൽ ഖൗഫി മിൻ ഇഖാബി ഫിൽ മുസ്തഖ്ബിലി. അപ്പോൾ കാരണം അള്ളാഹ് പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ലം തുതീഊനി, നിങ്ങൾ എനിക്ക് വഴിപ്പെടുന്നില്ലെങ്കിൽ അജ്ലി സവാലിഫി നിഅമതി അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളുടെ കാരണത്തിന് വേണ്ടി, നിങ്ങൾക്ക് മുൻകടന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ പിൻപറ്റുന്നില്ലെങ്കിൽ ഫാത്തിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക ലിൽ ഖൗഫി മിൻ ഇഖാബി ഫിൽ മുസ്തഖ്ബലി, വരും കാലഘട്ടത്തിലുള്ള എൻ്റെ ശിക്ഷയെ പേടിച്ചതിന് വേണ്ടി നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾക്ക് മുൻഗാമികൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുടെ കാരണം കൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള എൻ്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക. ഇനി അമ്മ ഖൗലുഹു വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ലോകരെക്കാൾ ശ്രേഷ്ഠമാക്കി എന്നതിനെ ഓർക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അവിടെയാണ് സംശയമുള്ളത്. ഫബി സുആലൻ, അവിടെ ചില ചോദ്യമുണ്ട്. വഹു അത് അന്നഹു യൽസമു യകൂനു അഫ്ളല മിൻ മുഹമ്മദിൻ, അവർ മുഹമ്മദ് നബിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരാകൽ നിർബന്ധമാകുമല്ലോ. വദാലിക ബാത്തിലുൻ, അത് ബാത്തിലാണല്ലോ. ലിൽ ബിൽ ഇത്തിഫാഖി, ഏകാഭിപ്രായം കൊണ്ട് അത് ബാത്തിലാണല്ലോ. വൽ ജവാബു അൻഹു മിൻ വുജൂഹിൻ, അതിന് മറുപടി നൽകാം പല മാർഗത്തിലൂടെ. അൽ അഹദുഹ, ഒന്നാമത്തേത് ഖാല ഖൗമൻ, ഒരു ജനത പറഞ്ഞു, അൽ ആലമു എന്നുള്ളത് ഇബാറത്തുൻ അൻ ജംഇൻ കസീരി മിനൻ നാസി,
ജനങ്ങളിൽ അധികരിച്ചൊരു കൂട്ടത്തിനെ തൊട്ട് പറയപ്പെടുന്നതാണ്. കൗലിക്ക നീ പറയാറുണ്ടല്ലോ റഅയ്തു ആലമ മിനന്നാസ് എന്ന് പറയാം. ഞാൻ ജനങ്ങളിൽപ്പെട്ട ഒരു ആലമിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽപ്പെട്ട ഒരു കൂട്ടത്തെ കണ്ടു എന്നാണ്. വൽ മുറാദ് മിൻഹുൽ കസീറുൽ കുല്ലു. അപ്പോൾ അതിനുള്ള ഉദ്ദേശം അധികം ആളുകളാണ്, അധിക ആളുകളെക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കിയെന്നാണ്. ലൽ കുല്ലു അല്ലാതെ മുഴുവനുമല്ല. വഹാദ ലൈഫൻ, ഈ പറഞ്ഞ അഭിപ്രായം ലൈഫാണ് കേട്ടോ. കാരണം അന്ന ലഫ്സൽ ആലം, ആലം എന്നുള്ള പദം മുസ്തഖമിനൽ അലമി, അലമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. വഹു ദലീലു, അത് ദലീലാണ്, തെളിവ്. അലം എന്ന് വെച്ചാൽ തെളിവ് എന്നല്ലേ. വ കുല്ലുമാക്കാന ദലീലൻ അലല്ലാഹി, അപ്പോൾ അള്ളാഹുവിന് തെളിവായ എല്ലാം കാന ആലമൻ, അത് ആലമാണ്, അത് ആലഫ കാനമിനൽ ആലമി, അപ്പോൾ അത് ആലമിൽപ്പെട്ടതാകും. വഹാദ തഹക്കീക്ക് കൗലുൽ മുത്തക്കല്ലിമി, ഇത് മുത്തക്കല്ലിമിങ്ങളുടെ വാക്കിൻ്റെ തഹക്കീക്ക് ഇതാണ്, ദൃഢത ഇതാണ്. അൽ ആലമു, ആലമു കുല്ലു മൗജൂദിൻ സിവല്ല, അള്ളാഹ് അല്ലാത്ത മുഴുവൻ സൃഷ്ടികളെപ്പറ്റി ആലമെന്ന് പറയാം. വാലഹാദ, അപ്പോൾ ഇത് പ്രകാരം ലായിക്കുന് തഖ്സീസുൽ ലഫ്ലി ബി ബാദിൽ മുഹദസാത്തി, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചില വസ്തുക്കളെ കൊണ്ട് ഈ ലഫ്സിനെ പ്രത്യേകമാക്കാൻ സൗകര്യമാകൂല. അപ്പോൾ എല്ലാത്തിനെ പറ്റി ആലമെന്ന് പറയാമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ലൈഫാന്ന് പറഞ്ഞു. രണ്ടാമത്തേത് സാനിഹ, രണ്ടാമത്തെ മുറാദു ഫല്ലൽത്തുക്കും അലൽ ആലമി സമാനിക്കുമെന്നാണ്. നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ലോകരെക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠമാക്കിയെന്നാണ്. വദാലിക്ക, കാരണം ലന്ന ഷഖ്സല്ലദീ സയൂജദു ബഅദ ദാലിക, കാരണം ഒരു വ്യക്തി, അല്ലദീ സയൂജദു ബഅദ, അതിനുശേഷം ഉണ്ടാകുന്നൊരു വ്യക്തി, വഹുവൽ ആന ലൈസ മൗജൂദിൻ, ഈ സമയത്ത് അവൻ മൗജൂദല്ല. അപ്പോൾ ലം യക്കുൻ ദാലിക ഷഖ്സു മിൻ ജുംലത്തിൽ ആലമീന ഹാല ആദമി, അപ്പോൾ ആ വ്യക്തി എന്താകൂല, ആ ലോകത്തെ അതില്ലാത്ത സമയത്തുള്ള ലോകത്തിലെ കൂട്ടത്തിൽപ്പെട്ടതാകൂല. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളവരിൽ ശ്രേഷ്ഠം എന്നാണ് വെച്ചത്. കാരണം അന്ന ഷർത്തൽ ആലമി, ലോകരുടെ നിബന്ധന, ആലമിൻ്റെ നിബന്ധന അയ്യക്കൂന മൗജൂദൻ എന്ന്, അത് ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷേ ആല ഹദമീലായിക്കൂന മൗജൂദൻ, അപ്പോൾ ഇല്ലാത്ത ഒരു വസ്തു ഇല്ലാത്ത സമയത്ത് അതിനെപ്പറ്റി അത് മൗജൂദല്ലല്ലോ. അപ്പോൾ ഫഷയു ആല ആദമി, അപ്പോൾ ഇല്ലാത്ത സമയത്തുള്ള വസ്തു ലായിക്കൂന മിനൽ ആലമീൻ, അത് ആലമീങ്ങളിൽ പെട്ടതാകൂലല്ലോ എന്ന നിലക്കാണ്. വന്ന മുഹമ്മദ് അലൈഹിസ്സലാം, നബി തങ്ങൾ മാക്കാന മൗജൂദൻ ഫി ദാലിക്കൽ വക്തി, ആ സമയത്തും ഇല്ലല്ലോ, ബനു ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ നബി ഇല്ലല്ലോ. അപ്പോൾ ഫമാക്കാന ദാലിക്കൽ വക്തു മിനൽ ആലമീന, അപ്പോൾ ആ സമയം ആലമീങ്ങളിൽ പെട്ടതാണ്. ഫലാ യൽസമിൻ കൗനി ബനി ഇസ്രായേൽ, അപ്പോൾ എന്താവൂല, ബനു ഇസ്രായേലിലാകൽ ഈ കാലഘട്ടത്തിലുള്ള ലോകരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരാകൽ ലാസിമാകൂല എന്ന് പറയും. അപ്പോൾ കൗനുഹും അഫ്ളല മിൻ മുഹമ്മദിൻ ഫി ദാലിക്കൽ വഖതി, അപ്പോൾ അവരാകലാകുന്നത് മുഹമ്മദ് നബിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരാകൽ ഈ വഖത്തിൽ ആകലും ലാസിമാകൂല. വഹാദാ ഹുൽ ജവാബ് ഐലൻ, ഇതാണ് ഹുൽ ജവാബ് അൻ കൗലി തആല, അള്ളാഹിൻ്റെ കൗലിനെ തൊട്ടുള്ള വീണ്ടുമുള്ള ജവാബ് ഇതാണ്. ഇത് ജാലഫീക്കും അംബിയ വജാലക്കും മുലൂക്കം വാത്താക്കും മാലം യൂത്തി അഹദ മിനൽ ആലമീൻ, ഈ ഇവിടെ പറഞ്ഞല്ലോ ലോകർക്ക് ഒരാൾക്കും നൽകാത്തത് നിങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി ഇതാണ്. വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ, കണ്ട വീണ്ടും അള്ളാഹ് പറയാണ് വലഖദ്, വഖാല അള്ളാഹ് പറഞ്ഞല്ലോ വലഖദ് ഇഖ്തർനാ, നാം നിങ്ങൾ തിരഞ്ഞെടുത്തു, അല ആ ഇൽമിൻ്റെ മേൽ അലൽ ലോകരുടെ മേൽ, ഇൽമിൻ്റെ മേൽ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വറാദ് ബി ആലമി ദാലിക സമാൻ എന്ന് വെച്ചാൽ മതി, ആ കാലഘട്ടത്തിലെ ലോകരെക്കാളാണ് ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെക്കാൾ നിങ്ങളെ ശ്രേഷ്ഠമാക്കിയെന്നേ ഉദ്ദേശമുള്ളൂ. വൈന്നമാക്കാനും അഫ്ളല മിൻ ഗൈരിഹിം, തീർച്ചയായും അവർ മറ്റുള്ളവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായി, ബിമാ ഉതു, അവർക്ക് നൽകപ്പെട്ട ഒന്നുകൊണ്ട്, മിനൽ മുൽക്കി, മുൽക്കിനാലും, വജിസാലത്തി, ദൂതന്മാരാലും, കുത്തുബിൽ ഇലാഹി, ഇലാഹിയ കിതാബുകളാലും അവർക്ക് നൽകപ്പെട്ട ഒന്നുകൊണ്ട് മറ്റുള്ളവരെക്കാൾ അല്ലാഹു തആല അവർ ശ്രേഷ്ഠരായി. സാലിസു, മൂന്നാമത്തെ തന്നെ കൗലു, അള്ളാഹിൻ്റെ കൗലു അന്നി ഫല്ലൽതുക്കും അലൽ ആലമീൻ, നിങ്ങൾ നാം ശ്രേഷ്ഠരാക്കി, ലോകരെക്കാൾ ശ്രേഷ്ഠരാക്കി വെച്ചാൽ ആമോൻ, അത് ആമാണ്, ഫിൽ ആലമീന, ആലമീനയിൽ ആമാണ്. കാരണം ലാക്കിന്നഹു മുത്ലഖുൻ ഫിൽ ഫളിലി, അത് ശ്രേഷ്ഠതയിൽ എന്താണ് മുത്ലഖാണ്. വൽ മുത്ലഖു, മുത്ലഖാകുന്നത് യക്ഫി ഫി സിദ്ഖിഹി വാഹിദത്തുൻ, അത് ശരിയാകാൻ ഒന്നുണ്ടായാലും മതി. അപ്പോൾ ഫൽ ആയത്ത്, അപ്പോൾ ഈ ആയത്ത് തതുലത് അറിയിക്കും അല അന്ന ബനി ഇസ്രായേല, ബനി ഇസ്രായേലിനെ ഫുള്ളിൽ ശ്രേഷ്ഠമാക്കപ്പെട്ടത് അലൽ ആലമീന, ലോകരെക്കാൾ ശ്രേഷ്ഠമാക്കിയത് ഫി അംരിഹ,
ആ ആ ഒറ്റ കാര്യത്തിലാണ്. ഫി ഫി അംരിഹ വഹാദ ഇതിലായ യക്കൂൻ അഫ്ളല മിൻ കുല്ലിൽ ആലമിന ഫി കുല്ലിൽ ഉമൂരി. അപ്പോൾ ഇത് തേടുന്നില്ല, അവർ ലോകരെക്കാൾ മുഴുവൻ കാര്യങ്ങളിലും ശ്രേഷ്ഠരാണെന്ന് തേടുന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രേഷ്ഠരാണെന്നാണ്. മുത്തലക്കായിട്ടല്ലേ പറഞ്ഞത്? ലോകരെക്കാൾ നാം നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലാണ്. ആ പറഞ്ഞത് കൊണ്ടിട്ട് എല്ലാത്തിലും ശ്രേഷ്ഠരാണെന്ന് വരൂല എന്നാണ്. വഹാദായക്കൂൻ അഫ്ളലമിൻ കുല്ലിൽ ആലമിന ഫിൽ ഉമൂരി കുലി ബല്ല അല്ലഹും ബൈൻകാനു അഫ്ളലമിൻ ഗൈരിഹിം ഫി അംരിൻ വാഹിദിൻ. അപ്പോൾ അവർ ആയേക്കാം, അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെങ്കിലും ഒറ്റ കാര്യത്തിൽ ശ്രേഷ്ഠരാണെങ്കിലും ഫൈറുഹും യക്കൂനു, അപ്പോൾ മറ്റുള്ളവർ യക്കൂനു അഫ്ളലമിൻഹും ഫീമാ അദാ ദാലിക്കൽ അംരി, ആ ഒറ്റ കാര്യമല്ലാത്തതിൽ അവരെക്കാളും ശ്രേഷ്ഠരായേക്കാം. വൈന്ദ ദാലിക്ക, അന്നേരം യൽഹർ വ്യക്തമായി അന്നഹു ലാ യസ്ലഹുൽ ഇസ്തിദ്ലാൽ ബി ഖൗലിഹി തആല, അപ്പോൾ അള്ളാഹിൻ്റെ കൗല് കൊണ്ട് തെളിപിടിക്കാൻ പറ്റൂലല്ലോ. എന്തെന്ന്? ഇന്നല്ലാഹു അസ്തഫ ആദമ വ നൂഹം വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അൽ ആലമീൻ. അള്ളാഹ് പറഞ്ഞല്ലോ, ആദമിനെയും നൂഹിനെയും ആല ഇബ്രാഹിമിനെയും ഇമ്രാൻ്റെ കുടുംബത്തെയും ലോകരെക്കാൾ നാം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് തെളിവാക്കാൻ പറ്റൂല. അല അന്നൽ അംബിയ അഫ്ളലു മിനൽ മലായിക്കത്തി, എന്ത്? മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് അംബിയാക്കൾ എന്നതിൻ്റെ മേൽ തെളിവിടിക്കാൻ പറ്റുകയില്ല. അൽ ബാസുൽ അവ്വലു, അതങ്ങ് നീണ്ടുപോകണം അല്ലേ. ഇവിടെ പറഞ്ഞെന്താണ്? അപ്പോൾ മറ്റുള്ളവരെക്കാൾ വൈന്ദതാലിക, അന്നേരം യൽഹർ വ്യക്തമായി അന്നഹു ലാ യസ്ലഹുൽ ഇസ്തിദ്ലാബി ഖൗലി തആല, അള്ളാഹിൻ്റെ കൗല് കൊണ്ട് തെളിപിടിക്കാൻ പറ്റില്ല. ഏത് കൗലാണത്? അള്ളാഹു ആദമിനെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും ആലിമ്രാനെയും ഇമ്രാൻ കുടുംബത്തേക്ക് ലോകരെക്കാൾ ശ്രേഷ്ഠരാക്കി എന്ന കൗല് കൊണ്ട് തെളിപിടിക്കാൻ പറ്റില്ലല്ലോ. എന്തിൻ്റെ മേൽ? അമ്പിയാക്കന്മാരാണ് മലക്കുകളേക്കാൾ ശ്രേഷ്ഠർ എന്ന് തെളിപിടിക്കാൻ പറ്റൂല എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല. അപ്പോൾ ബഖിയ ഹൗന അബു ഹാസൻ, അപ്പോൾ ഇവിടെ ചില ചർച്ചകൾ വരുന്നുണ്ട്, ചില ചർച്ചകൾ ഇവിടെ വരും. അത് 5 ചർച്ചകളോടുള്ളതാണ്. ഒന്നാമത്തെ ചർച്ച എന്താണ്? അൽ ബാസുല്ല പോലും ഒന്നാമത്തെ ചർച്ച. ഖാല ഇബ്നു സൈദ് പറഞ്ഞു, അറാദ ബിഹി, അള്ളാഹ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ മുഅ്മിനൂന മിൻഹും, അവരിൽപ്പെട്ട മുഅ്മിനീങ്ങളെയാണ്. കാരണം അന്ന ഉസാത്തും മോസിഹു ഖിർദത്തൻ, അതായത് ലോകരെക്കാൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ ബനു ഇസ്രായേലരെ. ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അവരിലുള്ള വിശ്വാസികളെയാണ്. കാരണം അവരിലുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളെ അള്ളാഹു താല പന്നികളും കുരങ്ങന്മാരുമായിട്ട് കോലം മറിച്ചിട്ടുണ്ടല്ലോ. അള്ള പറഞ്ഞല്ലോ, വജാല മിൻഹും ഖിർദത്ത വൽ ഖനാസിറ, അവരിൽ നിന്ന് അള്ളാഹ് ആക്കിയിട്ടുണ്ട് എന്താണ്? കുരങ്ങന്മാരെയും പന്നികളെയും ആക്കിയിട്ടുണ്ട്. വഖാല ലൂനല്ലദിന കഫറു മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽപ്പെട്ട കാഫിര്യങ്ങളെ ലേഖനം ചെയ്യപ്പെട്ടു എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഉദ്ദേശം അവരിൽപ്പെട്ട മുഅ്മിനീങ്ങളെയാണ് ഉദ്ദേശം എന്ന് വെക്കുക. ഇനി അൽ ബാസുസാൻ രണ്ടാമത്തെ ചർച്ച, അന്ന ജമിഅ മാ ഖാത്തബ അല്ലാഹു തആല ബി ബനി ഇസ്രായേല തംബീഹുൻ ലിൽ അറബി, അള്ളാഹു താല ബനി ഇസ്രായേലരോട് അഭിമുഖം നടത്തിയ മുഴുവൻ കാര്യവും അത് അറബികൾക്കുള്ള ഒരു ഉണർത്തലാണ്. കാരണം അന്നൽ ഫളിലത്ത് ബി നബി ഖദ് ലഹിക്കത്തും, ആ നബിക്കുള്ള ഫളിലത്ത് അവരോട് ചേർന്നതാണ്. ജമീഉൽ അഖാസീസിൽ അംബിയായി തമ്പി, അപ്പോൾ മുഴുവൻ നബിമാരുടെ ചരിത്രവും അത് ഉണർത്തലാണ്, അത് വഴി കാണിക്കലാണ്. അള്ളാഹ് പറഞ്ഞല്ലോ, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. അള്ളാഹ് പറഞ്ഞു, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, യസ്തമിഊനൽ ഖൗല, അവർ വാക്ക് കേൾക്കുമ്പോൾ നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, വത്തബിഊ അഹ്സനമാ ഉൻസിലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിറക്കപ്പെട്ടതിൽ നിങ്ങൾ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. ലഖദ് കാന ഫി ഖസസി ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, അള്ളാഹ് പറഞ്ഞില്ലേ അവരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചരിത്രം എന്നുള്ളത് അത് ഉണർത്താൻ വേണ്ടിയിട്ടാണ്, വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വടിതാലിക്ക് ഇക്കാരണത്തിന് വേണ്ടി റവ ഖത്താദ റിവായത്ത് ഇത് ഖാല, അദ്ദേഹം പറയണം, ദുഃഖിറലന, ഞങ്ങളോട് പറയപ്പെട്ടു, അന്ന ഉമർ ബിനുൽ ഖത്താബ് കാന യഖൂൽ, ഉമർ ബിനുൽ ഖത്താബ് പറയുമായിരുന്നു, ഖദ് മളാ, കഴിഞ്ഞു പോയി, വല്ലാഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേല, അള്ളാഹിൻ്റെ തന്നെ സത്യം, ബനു ഇസ്രായേലാകുന്നത്, വമാ യുഗ്നി മാ തസ്മഊന അൻ ഗൈരിക്കും, നിങ്ങളല്ലാത്തവരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഒന്ന് നിങ്ങൾക്ക് ഉപകരിക്കൂല. അതായത് ബനു ഇസ്രായേൽ കഴിഞ്ഞു പോയി. അൽ ബാസു സാലിസു, മൂന്നാമത്തെ ബാസ് എന്താണ്? ഖാലൽ ഖഫാൽ പറഞ്ഞു, അൻ നിഅമത്ത്, ഇവിടെ അനുഗ്രഹം ബി കസ്രി, നൂനിന് കസ്റ് കൊണ്ടാണ്, അൽ മിന്നത്തു എന്നാണ്. മാ യുൻഇമു ബിഹി റജുലു അലാ സാഹിബിഹി, അനുഗ്രഹം മിന്നത്ത്. കാലത്താൽ അള്ളാഹ് പറഞ്ഞല്ലോ,
തിൽക്ക നിയമത്തും തമുന്നുഹ അലിയ എന്ന് പറഞ്ഞു. വാമൻ നിയമത്ത് ബിൽ ഫത്ത് കൊണ്ട് നിയമത്ത് എന്ന് പറയും. നിയമത്ത് എന്ന് പറയുമ്പോൾ ഫൗമാ യുത്തന അമു ബീഫിൽ ഐഷി, ജീവിതത്തിൽ ആസ്വദിക്കപ്പെടുന്ന ഒന്നിനെ പറ്റി. അകല തല വനിയാമത്തിൻ കാനു ബിയാ ഫാക്കിഹി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിയമത്തിനെ പറ്റി ഒരു ചർച്ച. ഇനി മൂന്നാമത് അൽ ബാസുർ റാബിയു, നാലാമത്തെ ചർച്ച എന്ന കൗലു തല അള്ളാഹിൻ്റെ കൗലാണ്. വന്നൻ ഫല്ലൽത്തുക്കും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കി. എതുള്ളത് അറിയിക്കും അല അന്ന റിആയത്തൽ അസ്ലഹി, അസ്ലഹിനെ പരിഗണിക്കല്ല. തജിബു അലല്ലാഹി തആല, അത് അള്ളാഹിൻ്റെ മേൽ നിർബന്ധമില്ല. ലാഫി ദുനിയ വലാഫിൽ ദീനി, ദീനിലും ദുനിയാവിലും അള്ളാഹ്ക്ക് നിർബന്ധമില്ല ഏറ്റവും നല്ലതിനെ പരിഗണിക്കൽ. കാരണം എന്നെ കൗലഹു അന്നി ഫല്ലൽത്തുക്കും അൽ ആലമീൻ, ലോകരേക്കാൾ നിങ്ങൾ നാം ശ്രേഷ്ഠരാക്കി എന്ന കൗല് എത്തനാവല് ഉൾപ്പെടുത്തുന്നുണ്ട്. ജമിയ നിയാമി ദുനിയാവൽ ദീനി, ദീനിൻ്റെയും ദുനിയാവിൻ്റെയും മുഴുവൻ അനുഗ്രഹങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. ഫദാലിക തഫ്ലുൽ, ഈ ശ്രേഷ്ഠമാക്കൽ ഇമ്മായക്കൂന വാജിബൻ, ഒന്നുകിൽ അത് വാജിബാകും, ഔലായക്കൂന് വാജിബൻ, അല്ലെങ്കിൽ വാജിബാകൂല. പൈങ്കാന വാജിബൻ, അപ്പോൾ വാജിബാണെങ്കിൽ ലം യജ്സ് ജുഅലുഹു മിന്നത്തൻ അലി, അവർ അത് അള്ളാഹു അവരുടെ മേൽ അത് മിന്നത്താക്കൽ ജായിസല്ല. കാരണം ലന്നമൻ അദ്ദാ വാജിബൻ, വാജിബ് വീട്ടുന്ന ആൾ ഫലാ മിന്നത്ത ലഹു അലാഹദിൻ, ഒരാളുടെ മേലും അവർക്ക് മിന്നത്തില്ലല്ലോ. അതായത് അള്ളാഹ്ക്ക് നിർബന്ധമാണോ, അതാ ഇവിടെ ഉദ്ദേശം എന്താണെന്നറിയോ, ഏറ്റവും നല്ലതിനെ പരിഗണിക്കലാണ് അള്ളാഹ്ക്ക് നിർബന്ധമെന്നോ, നിർബന്ധമുണ്ടോ നിർബന്ധമില്ല എന്നൊരു എതിരഭിപ്രായത്തിന് ഒരു മറുപടിയാണത്. വൈങ്കാന ഗൈറ വാജിബിൻ മാ അന്നഹു തആല ഖസസൽ ബാല ബിദാലിക ദൂന ബാലിൻ, ഇനി വാജിബ് അല്ലെങ്കിൽ മാ അന്നഹു തആല, അള്ളാഹു തആല ആകലോടുകൂടി ചിലരെ ഇതുകൊണ്ട് പ്രത്യേകമാക്കി, ചിലരെ കൂടാതെ. അപ്പോൾ ഫാദ, ഇത് യദുൽ അറിയിക്കും അലാന റിആയത്തുൽ അസ്ലഹി ഗൈറ വാജിബത്തിൻ ലാഫി ദുനിയ വലാഫിൽ ദീനി, അപ്പോൾ ഇത് അറിയിക്കുന്നുണ്ട് ഏറ്റവും നല്ലതിനെ പരിഗണിക്കൽ വാജിബല്ല, അള്ളാഹ്ക്ക് നിർബന്ധമല്ല, ദുനിയാവിലും നിർബന്ധമല്ല, വലാഫി ദീനി, ദീനിലും നിർബന്ധമില്ല എന്ന്. ഫൈൻകീല, ചോദിക്കപ്പെട്ടാൽ എന്താ, ലമ്മ ഖസ്സഹും ബിൻ നിഅമിൽ അളീമത്തി ഫി ദുനിയ, അള്ളാഹു നിഅമത്തിന് ദുനിയാവിലുള്ള വലിയ അനുഗ്രഹത്തെ അള്ളാഹ് പ്രത്യേകമാക്കി. ഫഹാദ, അപ്പോൾ ആക്കിയപ്പോൾ ഫഹാദ, ഇത് യുനാസിബ് യോജിക്കുന്നുണ്ട്. അയ്യഖുസഹും അയ്ലം ബിൻ നിഅമിൽ അളീമത്തി ഫിൽ ആഖിറ, ആഖിറത്തിലുള്ള വണ്ണമായ അനുഗ്രഹങ്ങളെ കൊണ്ട് വീണ്ടും അള്ളാഹു ഒരു പ്രത്യേകമാക്കലിനോട് യോജിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലോകത്ത് അവരല്ല പ്രത്യേകമാക്കിയപ്പോൾ ഇനി ആഖിറത്തിലും അള്ളാഹു ബനു ഇസ്രായേലിൽ പ്രത്യേകമാക്കുമല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ, കമാ കീല പറയപ്പെട്ടതുപോലെ ഇത്മാമുൽ മാറൂഫി ഖൈറും മിൻ ഇബ്തിദാഇഹി, അതായത് ഒരു നല്ല കാര്യത്തെ പൂർത്തിയാക്കലാണല്ലോ അത് തുടങ്ങുന്നതിനേക്കാൾ ഉത്തമം. അപ്പോൾ ഫാലിമ അർദഫദാലിക തഖ്ഫീഫ ശദീദ ഫി ഖൗലിഹി വത്തഖു യൗമൻ, അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹു തആല അവരെ പേടിപ്പിച്ചു, അതിനുശേഷം വത്തഖു യൗമൻ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചെന്താണ്, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക. വത്തഖു യൗമൻ തുർജ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചെന്താ. വൽ ജവാബ്, ഒരു മറുപടി, അതായത് അടുത്ത ആയത്ത് അങ്ങനെ പറഞ്ഞെന്തിനാണ്, കാരണം ലഅനൽ മാസിയത മാ ഇള മിൻ നിഅമതി തകൂന അക്ബഹ വഅഫ്ശഹ ഫലിഹാദ ഹദ്ദറഹും അൻഹാ, കാരണം വണ്ണമായ അനുഗ്രഹത്തോടൊപ്പം തെറ്റ് ചെയ്യൽ അത് ഏറ്റവും മോശമാണ്. അതിനു കൊണ്ടിട്ടാണ് അള്ളാഹു താല അവരെ അതിൽ നിന്ന് തൊട്ട് പേടിപ്പിച്ചത്. ഇനി വൽ ബാസുൽ ഖാമിസ്, അഞ്ചാമത്തെ ചർച്ച ഫി ബയാൻ ചെയ്യുന്നതിലാണ് അന്ന അയ്യ ഫിർഖിൻ ആലമി അഫ്ളലു, ഏത് പാർട്ടിയാണ് ഏറ്റവും ശ്രേഷ്ഠർ. ഇനി അന്ന അയ്യുഹും അക്സർ ഇസ്തിജ്മാൻ ലി ഖിസാലിൽ ഖൈരി, നല്ല കാര്യത്തെ ഏറ്റവും ഒരുമിച്ച് കൂട്ടുന്നത് ആരാണ് എന്നതിലാണ് ചർച്ച. ഇതിലും നീ അറിയണം അന്നഹാദ, ഇത് മിമ്മ, ഒന്ന് വഖാഫി നിസാഉ ശരീദു ബൈന സുക്കാനിൻ നവാഹി, വിവിധ ആളുകളുടെ ഇടയിൽ ശക്തിയായ തർക്കം നടന്ന വിഷയത്തിൽപ്പെട്ടതാണിത്. ഫകുല്ലു ത്വായിഫത്തിൻ തദ്ദഈ, ഓരോ വിഭാഗം വാദിക്കുന്നു അന്ന അഫ്ളലു, അവരാണ് ഏറ്റവും ശ്രേഷ്ഠം. അക്സർ ഇസ്തിജ്മാൻ ലി സിഫാത്തിൽ കമാലി, ആ പരിപൂർണതയുടെ വിശേഷണങ്ങൾ ഏറ്റവും ഒരുമിച്ച് കൂട്ടിയത് അവരാണ് എന്നൊക്കെ വാദമാണ്. വനഹ്നു നുശീറു, നാം സൂചിപ്പിക്കും ഇലാ മആഖിദിൽ കലാമി ഫി ഹാദൽ ബാബി ബി തൗഫീഖില്ലാഹി തആല വഅൗനിഹി, ഈ ബാബിലുള്ള സംസാരങ്ങളുടെ കെട്ടിക്കുടുക്കളിലേക്ക് നാം സൂചിപ്പിക്കും. സൂചിപ്പിക്കുമെന്നല്ലേ പറഞ്ഞ, പിന്നെ അതോടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ റാസി ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.